ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനും ശക്തമായി തിരിച്ചടിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു. ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ ഒരുപക്ഷെ 100 കടന്നേക്കാം എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ സൗത്ത് പാർസ് കർഗൻ എണ്ണപ്പാടത്തിന് തീപിടിച്ചു. അതായത് വളരെ കൃത്യമായി തന്നെ എണ്ണപ്പാടങ്ങളെ ടാർഗറ്റ് ചെയ്താണ് ഇസ്രായേലിൻ്റെ പുതിയ ആക്രമണ രീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ വരും നാളുകളിൽ ഉഗ്രാക്രമണമാണ് നടത്തുകയെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലും ഇറാനും യുദ്ധപാതയിലേക്ക് നീങ്ങരുതെന്നും സമാധാനം കാത്തുസൂക്ഷിക്കണമെന്നും ലയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഇതിന്റെ ഒരു പുതിയ യുദ്ധത്തിന്റെ ഒരു പരിണാമം, അത്തരത്തിലുള്ള മാറ്റം എന്നത് വളരെ പ്രധാനമാണ്. കാരണം ആദ്യഘട്ടത്തിൽ ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങളൊക്കെയാണ് ഇസ്രായേൽ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അവർ പോരാട്ടത്തിൻ്റെ രീതി മാറ്റുകയാണ്. എണ്ണപ്പാടങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുകയും എണ്ണപ്പാടങ്ങളെ തകർക്കുകയും ചെയ്താൽ ചില്ലറ പ്രശ്നമായിരിക്കില്ല ഇറാന് സൃഷ്ടിക്കുക. കാരണം അവരുടെ സാമ്പത്തികാവസ്ഥയുടെ നട്ടെല്ല് തന്നെ ഈ എണ്ണപ്പാടങ്ങളാണ്, നമുക്കറിയാം. അത് ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇറാനിൽ? രഞ്ജിത്ത്, അശാന്തിയുടെ നാളുകളിലൂടെയാണ് ഇരു രാജ്യങ്ങളും കടന്നു പോകുന്നത്. അതായത് അതിൽ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം, ഇസ്രായേലിന്റെ സൈനിക മേധാവി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ഡ്രോണോ തങ്ങളുടെ അതിർത്തി കടന്ന് വന്നാൽ ടെഹ്റാൻ ഉണ്ടാകില്ല, ടെഹ്റാൻ തീർത്ത് കളയുമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് വലിയ രീതിയിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് ഇന്നലെ രാത്രി വീണ്ടും ഉണ്ടാകുന്നത്. തുടർന്നാണ് ഈ ആദ്യം നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇസ്രായേൽ നടത്തിയെങ്കിൽ അതൊരു പടി കൂടി കടന്ന് ഇത്തരത്തിൽ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ശക്തമായ തിരിച്ചടിയിലേക്ക് ഇസ്രായേൽ കടക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിരവധി എണ്ണപ്പാടങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി. അതിൽ ഒന്ന് പുഷ്കർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയിലാണ് വലിയ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ എണ്ണപ്പാടത്തിന്റെ ഭൂരിഭാഗം ഏകദേശം 60% കത്തിയമർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെഹ്റാനിലെ വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ്, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പാർസ റിഫൈനറി. അവിടെയാണ് വലിയ മിസൈൽ ആക്രമണം ഉണ്ടായത്. നിരവധി മിസൈലുകൾ അവിടെ വന്ന് പതിക്കുകയാണ് ചെയ്തതെന്നാണ് നമുക്ക് പിന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. ഈ മേഖലയിൽ ഏകദേശം 90 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക്, ഏകദേശം 300-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 60-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിൽ 30ഓളം പേർ കുട്ടികളാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം. അങ്ങനെ നിരവധി പേർക്ക് ഈ പരിക്കേറ്റവരിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കൂടുതൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള ഒരു ആശങ്കയും ഇറാനെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ 4 പ്രധാനപ്പെട്ട സൈനിക മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖോസ്രോ ഹസാനി ഈ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ
മറ്റൊന്ന് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണ സജ്ജമാക്കാൻ കൂടുതൽ ദിവസം വേണ്ടിവരുമെന്നായിരുന്നു കരുതിയെങ്കിൽ ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ വീണ്ടും പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അത് നേരിടാൻ തങ്ങൾ സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇറാഖ് വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ അറ്റാക്ക് വലിയ രീതിയിൽ നടക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് അത് പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ICRGS ആണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഈ ഒരു ഖുദ്സ്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ ചുമതലയാണ് ഇത്തരത്തിൽ ഈ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ തടയിടുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ അവർ മുന്നിട്ട് നിൽക്കുന്ന ഈ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട 2 തലവന്മാരാണ് ഇപ്പോൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അവരുടെ 4 സംഘങ്ങളാണ് ഈ ICRGSനുള്ളത്. അതിലൊന്ന് ഖുദ്സ് എന്ന് പറയുന്ന സംഘമാണ് പ്രധാനമായും ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായാൽ അതിനെ നേരിടുന്ന ആ ആക്രമണത്തിന് നേതൃത്വം വഹിക്കുന്ന കമാൻഡർമാരാണ് ഇപ്പോൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇറാഖ് പ്രസിഡന്റ് ഇത്തരത്തിൽ അമേരിക്കയുമായി ചില ഫോൺ കോൾ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം തങ്ങളുടെ വ്യോമപാത ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്നു, അത് തടയിടണം, അതിന് യാതൊരുവിധ ഒരു പിന്തുണയും US ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നടക്കമുള്ള ഒരു ആവശ്യം ഇറാഖ് പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഒരു അനുകൂല നിലപാടോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങളോ ഇതുവരെയും വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്കയുമായി ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധ ചർച്ചകൾക്കും ഇനി തയ്യാറല്ല എന്നുകൂടി ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പ്രധാനമാണ്. കാരണം നമുക്കറിയാം, ആണവ ചർച്ചകൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒമാന്റെയൊക്കെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇറാനുമായി ബന്ധപ്പെട്ട ആണവ ചർച്ചകൾ നടക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ആ ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നു. ഒപ്പം പലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റൊരു മേഖലയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതും ഇല്ലാതായിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ സമവായത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ഇല്ലാതായ പശ്ചാത്തലമാണ്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഇസ്രായേലിലേക്കുമുള്ള കനത്ത ആക്രമണമാണ്. ഇന്നലെ നമ്മളിപ്പോൾ അവിടുത്തെ മലയാളി, നമ്മുടെ സുഹൃത്തു കൂടിയായ മലയാളി ശ്രീ സ്റ്റീഫനുമായൊക്കെ സംസാരിച്ചപ്പോൾ സ്റ്റീഫൻ അടക്കം പറയുന്നത്, സ്റ്റീഫൻ കണക്റ്റാണ്. സ്റ്റീഫൻ കേൾക്കാമല്ലോ അല്ലേ? സ്റ്റീഫൻ ഉണ്ട്. സ്റ്റീഫൻ നമ്മോടൊപ്പം ചേരും. സ്റ്റീഫൻ അവിടെ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റീഫൻ അറിയിച്ചത് അവിടെ അപ്രഖ്യാപിത, സ്റ്റീഫൻ കേൾക്കാമോ? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഒരു സാഹചര്യമാണോ സ്റ്റീഫൻ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതെ, ഇവിടെ എല്ലാം ഒരു അടിയന്തരാവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എല്ലാം, അതായത് ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബാക്കിയെല്ലാം ഏകദേശം താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട്. IDFന്റെ ഇത് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അവർ അറിയിച്ചിരിക്കുന്നത്? എന്താണ്? പബ്ലിക് ഗ്യാതറിംഗ് പാടില്ല, പിന്നെ പൊതുസ്ഥലങ്ങളിൽ അത്യാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. സ്കൂളെല്ലാം അടച്ചിരിക്കുകയാണ്. ഇന്ന് പ്രവൃത്തി ദിവസമായിരുന്നു അല്ലേ? അതെ, ഇന്ന് വർക്കിംഗ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാര്യം ഇന്നലെ ഇവരുടെ ഇതായിരുന്നല്ലോ, ഷബാത്ത് ഹോളിഡേ ആയിരുന്നു. ഇന്ന് വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ആവേണ്ടതായിരുന്നു.